ഒരു അമ്മവേഷം ചെയ്യാനായിട്ട് ഞാൻ എന്തോ ഒരു നടിമാരുടെ അടുത്തതെന്നറിയോ, ആർക്കും ഈ അമ്മവേഷം ചെയ്യാൻ താല്പര്യമില്ല. ന്യൂസിലും ഇതിലുമൊക്കെ വെച്ചലക്കി വാചകം അടിക്കുന്ന നടിമാരെ ഞാൻ കണ്ടു. ഹീറോയുടെ പുറകിൽ നിഴലായിട്ട് നിൽക്കാൻ താല്പര്യമില്ല എന്ന് ഒരു നായിക, ഒരു പഴയ നായിക, ഭയങ്കര ഡയലോഗ്. അത് കേട്ട് ഓടി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു അമ്മവേഷം ചെയ്യല്ലോ. ലാൽ സാറിനെ തിരിച്ചു കൊണ്ടുവരിക അങ്ങനെ അതൊന്നുമല്ല. നമ്മളൊരു സിനിമ ചെയ്യുന്നു. നേരെന്ന് പറയുന്ന സിനിമയിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഞങ്ങൾ ഫുൾ സ്ക്രിപ്റ്റ് എഴുതി എല്ലാം റെഡിയായി ഇത് ചെയ്തു. മ്യൂസിക് ഡയറക്ടർ ഒരു തീം മ്യൂസിക്, ക്യാരക്ടറിന് ഒരു തീം മ്യൂസിക്കും ഉണ്ടാക്കി തന്നു. ആ മ്യൂസിക്കുമായിട്ട് ഞാൻ എൻ്റെ ഓഫീസ് റൂമിൽ ഇങ്ങനെ ചുമ്മാ ഈ സിനിമ ഇതിങ്ങനെ ഓടിച്ച് വായിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ടുവേർഡ്സ് ക്ലൈമാക്സിൽ ഒരു വിഷ്വൽ എൻ്റെ മനസ്സിലേക്ക് വന്നു. ആ സാധനം ആണ് ഇന്ന് കഴിഞ്ഞ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞു. ലാൽ സാറ് വന്ന് ഡബ്ബിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ മ്യൂസിക് ഇട്ടാണ്ട് ലാൽ സാർ ഒന്ന് പ്ലേ ചെയ്ത് പിന്നെ കണ്ടുകൊണ്ടിരുന്നത്. കരിയറിലെ 16 വർഷങ്ങൾ പിന്നിട്ടു. അതിലൊരു മൈൽ സ്റ്റോൺ എന്ന് പറയാവുന്ന സിനിമ ദൃശ്യം, അത് നാളേക്ക്, അതായത് ഡിസംബർ 19 10 വർഷം പൂർത്തിയാക്കുകയാണ്. അപ്പോൾ സാറിന് ആ ഒരു മൈൽ സ്റ്റോണിൻ്റെ മുൻപും ശേഷവും ലൈഫായാലും കരിയറായാലും എങ്ങനെയാണ് ഒരു വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? അങ്ങനെ വ്യത്യാസമുണ്ടോ? ലൈഫിൽ പേഴ്സണലി എനിക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം ഞാൻ അന്നും ഇന്നും ഒക്കെ ഒരേ ജീവിത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നതല്ല. അപ്പോൾ ഒന്നും കണ്ട് ഓവർ എക്സൈറ്റഡ് ഒന്നും ആകാറൊന്നുമില്ല. 19 പടം റിലീസ് ചെയ്യുന്നു, 20 ഞാൻ ഈ വീട്ടിൽ കയറി താമസിക്കുന്നത്. അപ്പോൾ അന്ന് 19 പടം റിലീസ് ചെയ്യുമ്പോൾ ആക്ച്വലി കോളുകൾ വരുമ്പോൾ ഞാൻ ഈ വീടിൻ്റെ ഫൈനൽ ഇതിന് വേണ്ടിയിട്ട് ഹൗസ് വാമിങ്ങിന് വേണ്ടി ഓടി നടക്കുമായിരുന്നു. അപ്പോൾ കാരണം പടം വേറെ ലെവലിലേക്ക് പോകാമെന്ന് ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഫുൾ പണി തീർന്നില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ടും പിന്നെ കുറേ പരിപാടികളൊക്കെ. പ്രൊഫഷണലി ഒത്തിരി എന്താ പറയുക, ഒത്തിരി സംഭവാസങ്ങളുണ്ടായി. എന്താ പറയുക, ഒത്തിരി അംഗീകാരങ്ങളും അതും ഇതും അങ്ങനെയൊക്കെ റീമേക്സും അതും ഇതും ഒക്കെ സംഭവിച്ചു. പക്ഷേ അക്കൂട്ടത്തിൽ പേഴ്സണലി പ്രൊഫഷണലി തന്നെ അത് ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത പോലെയോ ഒരു ഇത് വന്നപ്പം എനിക്ക് കുറച്ച് എന്താ പറയുക, നമ്മൾ വല്ലാത്തൊരു സിറ്റുവേഷനിലായി. അതായത് നമ്മൾ പിന്നെ എന്ത് ചെയ്ത് കഴിഞ്ഞാലും പ്രതീക്ഷ കൂടുതൽ മാത്രമല്ല, ആൾക്കാർ ഇതിനെ വെച്ച് കമ്പയർ ചെയ്യാൻ തുടങ്ങി. ഞാനത് കഴിഞ്ഞ് ലൈഫ് ഓഫ് ജോസ് കുട്ടി ചെയ്തു. ദൃശ്യം പോലെ വന്നില്ല, ദൃശ്യം പോലെ അല്ല. അതൊരു സാധാരണ ഓഡിയൻസ് അത് നമ്മൾ പറയുന്നതിന് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല, കാരണം അതങ്ങനെ. പക്ഷേ നിരൂപകരായിട്ടുള്ള ക്രിട്ടിക്സ് വരെ അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായില്ല അതെന്താ അങ്ങനെ പറഞ്ഞത്. കാരണം ഞാൻ ദൃശ്യം കഴിഞ്ഞിട്ട് ചെയ്യുന്നത് ദൃശ്യമല്ലല്ലോ. അസമയം ദൃശ്യം 2 വന്നപ്പം കമ്പയർ ചെയ്താൽ ഓക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചെറിയ വല്ലാത്തൊരു അവസ്ഥയിലെത്തി. കാരണം നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഈ കമ്പാരിസൺ വരുമെന്നുള്ള, അതുകൊണ്ട് കുറച്ചുകൂടെ എന്താ പറയുക, നമ്മളൊരു പ്രൊജക്റ്റിലേക്ക് സമീപിക്കുമ്പോൾ നമ്മൾ പഴയ ആ ഒരു ഇതില്ല, കുറച്ചുകൂടെ ഒന്ന് കെയർഫുള്ളാവണം, എക്സ്ട്രാ എഫേർട്ട് ഇട്ട് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ചിന്തിക്കണം. അങ്ങനത്തെ ഒരു പ്രശ്നം ഈ പ്രൊഫഷണലി വന്നു. പേഴ്സണൽ ലൈഫിൽ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. അതിപ്പം നാളെ സിനിമയൊന്നും ഇല്ലേലും ഞാൻ എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ ഒരുപോലെയൊക്കെ തന്നെയാണ്. ഇപ്പം നേര് വരികയാണ്, ലാൽ സാറിൻ്റെ കൂടെ 5ാമത്തെ സിനിമയാണ്. അപ്പം അതും ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ കൂട്ടുകെട്ടാണ് ഏറ്റവും വലിയൊരു പ്രേക്ഷകരുടെ പ്രതീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറേ നാളെടുത്താൽ മോഹൻലാൽ സിനിമകൾ തിയേറ്ററിൽ ഹിറ്റാവാതെ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ 12th മാനൊക്കെ ഇപ്പം OTT വന്നതായിരുന്നു. അപ്പോൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു സിനിമ. ഇപ്പം നിങ്ങളുടെ ഇൻ്റർവ്യൂസ് വരുന്ന സമയത്ത് ഫീഡ് മൊത്തം അതാണ്, അതിൻ്റെ കട്ടുകളാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു ആക്ടർ മോഹൻലാലിനെ പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഇത് പാരലലി നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ. ഈ ഷൂട്ടിങ്ങിൻ്റെ പ്രോസസ്സിൻ്റെ ഇടയിലും റാം അതിൻ്റെ ഇടയ്ക്ക് നടന്നു, പിന്നീട് നേരിലേക്ക് വരുന്നു. അപ്പോഴൊക്കെയും ഇതെപ്പോഴെങ്കിലും നമുക്കൊരു കൺസേൺ ആവുന്നുണ്ടോ? ഇങ്ങനെ ഒരു പ്രേക്ഷകരുടെ വിമർശനം വരുന്നു, ഭയങ്കര ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ വരുന്നു എന്നുള്ള, മോഹൻലാൽ എന്നുള്ളൊരു ആക്ടറെ തിരികെ വേണം, അല്ലെങ്കിൽ തിയേറ്ററിൽ സക്സസ് ആയ ഒരു സിനിമ വേണം എന്നൊക്കെ പലതരത്തിൽ. ഞാൻ അതിന് വേണ്ടിയിട്ടൊന്നും ഉണ്ടാക്കിയതല്ല. നേരെന്ന് പറയുന്ന സിനിമ എന്താ പറയുക, ദൃശ്യത്തിന് ശാന്തി അഭിനയിക്കാൻ വരുമ്പോൾ ശാന്തിയോട് ഞാൻ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ഒരു ആശയം പറയുകയും, പക്ഷെ അതൊരു വക്കീലിന് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഞാൻ എത്ര റിസർച്ച് ചെയ്താലും ഞാനത് എഴുതുമ്പോൾ അത് ഭംഗിയാവത്തില്ലെന്ന് എനിക്കറിയാം. അപ്പം അങ്ങനെ എഴുതാൻ താല്പര്യം. ഞാൻ ഇതിനു മുമ്പ് ശാന്തിയെ പരിചയപ്പെടുന്നതിന് മുമ്പ് 1-2 വക്കീലന്മാരോട്ട് ഞാൻ സംസാരിച്ചു. അവരെല്ലാം തിരക്കാം. അപ്പോൾ അവർക്കൊന്നും എഴുതാൻ താല്പര്യമില്ല. വേണമെങ്കിൽ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും പറഞ്ഞു തരാം, നിയമങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു തരാം. പക്ഷെ എനിക്കതല്ല വേണ്ടത്. അങ്ങനെ ശാന്തി ഇതിനകത്ത് അഭിനയിക്കാൻ വന്നപ്പോൾ ശാന്തി ദൃശ്യം സിനിമയുടെ കോഡ് സീൻസ് ഞാൻ അയച്ചു കൊടുത്തു, ഒന്ന് വർക്ക് ചെയ്ത് തരാമോ ഡയലോഗ്സ് എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി വർക്ക് ചെയ്ത് തന്നപ്പോൾ എവിടെയോ എഴുതാനുള്ളൊരു കഴിവുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ താല്പര്യമാണെന്നും പറഞ്ഞു.
അങ്ങനെ അത് കഴിഞ്ഞ് 2 വർഷം എടുത്ത് സ്ക്രിപ്റ്റ് റെഡിയാവാൻ. അങ്ങനെ സ്ക്രിപ്റ്റ് ഓൾമോസ്റ്റ് ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് റെഡി ആയിട്ടിരുന്നപ്പം ആൻ്റണി പറഞ്ഞു റാം കഴിയട്ടെ, റാം തീർന്നിട്ട് നമുക്കത് കഴിഞ്ഞ് ചെയ്യാമെന്ന് ഓർത്തിരുന്നു. പക്ഷേ റാം ഡിലേ ആയി പല ഇത് വന്നപ്പോൾ ലാൽ സാറിന് ഒരു ഗ്യാപ്പ് കിട്ടി. അപ്പോൾ ആൻ്റണി പറഞ്ഞാൽ ഇത്രയും നമ്മൾ വെയിറ്റ് ചെയ്യല്ലേ, കുറേ ആളായിട്ട് ആ സ്ക്രിപ്റ്റ് കയറിക്കുന്നത്, പിന്നെ ചെയ്തേക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് ചെയ്തത്. കാരണം ഞാൻ നുണക്കുഴിയായിരുന്നു പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. അങ്ങനെ പെട്ടെന്ന് കയറി വന്നതാണ്. അല്ലാതെ ഇപ്പോൾ ലാൽ സാറിൻ്റെ പടങ്ങൾ അങ്ങനെ എന്താ ലാൽ സാറിന് തിയേറ്ററിൽ ഹിറ്റ് ഉണ്ടാക്കണം അങ്ങനെയൊന്നുമല്ല. ഞാൻ സിനിമ അങ്ങനെ ഇവൻ ലാൽ സാറിന് വേണ്ടിയിട്ട് പോലും എഴുതിയതല്ല. നമ്മളൊരു സബ്ജക്റ്റ് ഡെവലപ്പ് ചെയ്തപ്പോൾ ലാൽ സാർ ഈ അടുത്തെങ്കും എന്താ പറയുക ഒരു ലോയർ വേഷം ചെയ്തിട്ടില്ല. അപ്പോൾ ലാൽ സാർ ചെയ്താൽ ഭംഗിയായിരിക്കും, പ്രായം കൊണ്ടും എല്ലാം ക്യാരക്ടറിന് ഇത് ഫിറ്റാണ്. അപ്പോൾ ഞാൻ ലാൽ സാറിൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്തതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ലാൽ സാറിനെ തിരിച്ചു കൊണ്ടുവരിക അങ്ങനെ അതൊന്നുമല്ല. നമ്മളൊരു സിനിമ ചെയ്യുന്നു, അതിനകത്ത് ആകപ്പാടെ എനിക്കൊരു വേറൊരു താല്പര്യം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ത്രില്ലർ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് ജോണർ മാറണം. ഇപ്പം നുണക്കുഴി ഒരു ഹ്യൂമറാണ്, അതുപോലെ ഒരു ജോണർ മാറണം എന്നുള്ള ആഗ്രഹത്തിൽ നിന്നപ്പോൾ ഒരു എമോഷണൽ ഡ്രാമ സിനിമ ചെയ്യാം, അതൊരു കോർട്ട് റൂം ബേസ്ഡ് ആണ് എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു വേറൊരു ജോണർ കൂടെ ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഇതിലേക്ക് വന്നത് തീരുമാനിക്കും. ടെക്നിക്കലി അതൊരു ചലഞ്ച് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇപ്പം മുന്നത്തെ സിനിമകൾ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് വിശാലമായ പ്ലോട്ട് കിട്ടുന്നു, ഇതല്ല അങ്ങനെ എന്തെങ്കിലും ഒരു ടെക്നിക്കലി ചലഞ്ച് ഒന്നുമില്ല. ടെക്നിക്കലി ഒരു ഇതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മജോറിറ്റിയും ഒരു മുറിക്കകത്തായതുകൊണ്ടും ഇതൊരു ഇമോഷണൽ ഡ്രാമ ആയതുകൊണ്ടും ഇതിൻ്റെ ഇമോഷൻസ് മാക്സിമം ക്യാപ്ചർ ചെയ്തെടുക്കുക എന്നുള്ള ഒരിതുണ്ട്. യൂഷ്വലി അറിയാമല്ലോ, നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ ഒരു വൈഡ് വെച്ചു, അത് കഴിഞ്ഞ് അതിൻ്റെ സജഷനോ അല്ലെങ്കിൽ ക്ലോസപ്പ് ഷോട്ടൊക്കെ വരുമ്പോൾ ഇങ്ങനെ കൈ വെച്ചിട്ട് അതിനെ റിയാക്ട് ചെയ്യാന്ന് പറയുന്നത്. അപ്പം ലാൽ സാർ തന്നെ പറയും, എത്ര വലിയ ആക്ടറാണെങ്കിലും നമ്മൾ ആ വൈഡിൽ കാണിച്ച റിയാക്ഷനൊന്നും അല്ലായിരിക്കും അടുത്തതിൽ വരുന്നത്. വൈഡിൽ അത് ലൈവായിട്ടൊരു ആക്ടർ പെർഫോം ചെയ്യുമ്പോൾ വരുന്ന ഒരു റിയാക്ഷനുണ്ട്. നല്ല ഒറിജിനൽ ആക്ടേഴ്സ് ആ ഒരു ഓട്ടോമാറ്റിക്കലി അവർ റിയാക്ട് ചെയ്യുവാണ് ആക്ച്വലി. അപ്പോൾ എനിക്ക് അത് ക്യാപ്ചർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ 4 ക്യാമറ യൂസ് ചെയ്തു. 4 ക്യാമറ യൂസ് ചെയ്ത്, കാരണം കോടതി ആയതുകൊണ്ട് മൂമെൻറ്റ്സിനൊക്കെ ഒരു പരിധിയുണ്ട്. ഒരു പരിധിക്കുള്ള ഒരു പ്രത്യേകിച്ചും അങ്ങനെ ഉണ്ട്. ഒരു എന്താ പറയുക, പ്രോസിക്യൂട്ടർ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് പ്രോസിക്യൂട്ടറിന് പോകുന്നതിന് ചില പരിമിതികളുണ്ട്. ക്രോസ് ചെയ്ത് അപ്പുറത്തേക്കൊന്നും പോകേണ്ട സാഹചര്യങ്ങളില്ല, അല്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ. അപ്പോൾ എവിടം വരെ മൂവി അങ്ങനെ മൂവി എന്ന് അറിയാം. പിന്നെ ബാക്കിയുള്ള ആർട്ടിസ്റ്റൊക്കെ എവിടെയായിരിക്കും, പബ്ലിക് ഇരിക്കുന്ന അവിടെ ഇതായിരിക്കും. അപ്പം ഞാൻ ഒരു 2 ക്യാമറ അവിടെ എന്താ പറയുക, ഈ പറഞ്ഞ ട്രയൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്രോസ് ചെയ്യുന്നിടത്ത് വെക്കുമ്പോൾ ബാക്കി ഒരെണ്ണം പ്രോസിക്യൂട്ടറാണ് ചെയ്യുന്നതെങ്കിൽ ഒരെണ്ണം ഞാൻ ഡിഫൻസ് ലോയറിൻ്റെ അടുത്ത് വയ്ക്കും, ഒരെണ്ണം പബ്ലിക്കിൻ്റെ അവിടെ റിയാക്ഷൻസിന് വിടും. അങ്ങനെ അപ്പോൾ അവരിതൊരു ഡ്രാമ പോലെ ഒരു ലൈവായിട്ട് അവർ പെർഫോം ചെയ്യുമ്പോൾ അതിൻ്റെ ലൈവായിട്ട് അതിൻ്റെ റിയാക്ഷൻസ് ഞങ്ങൾ ക്യാപ്ചർ ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ സിദ്ദിഖേട്ടൻ വന്ന് ഡബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സിദ്ദിഖേട്ടൻ പിന്നീട് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ റിയാക്ഷൻ ഞാൻ എപ്പോഴായിട്ട് എന്ന് ചോദിച്ചു. കാരണം പുള്ളി പോലും അറിഞ്ഞില്ല ഇത് എപ്പോഴാണ് എടുത്തതെന്ന്. അപ്പം അങ്ങനെ ഒറിജിനൽ ഇമോഷൻ ക്യാപ്ചർ ചെയ്യാനായിട്ട് അതിനു വേണ്ടി. പക്ഷെ അത് പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ക്യാമറമാൻ 4 പേർക്ക് 4 നിർദ്ദേശങ്ങളാണ്. ചിലപ്പോൾ അതിനകത്തൊരു മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ ഇയാൾ പാൻ ചെയ്ത് പോയി അവിടുന്ന് ആ ഫോക്കസ് എടുത്ത് അങ്ങനെ അത് കൊറിയോഗ്രാഫ് ചെയ്ത് വെച്ച് റിഹേഴ്സൽ നടത്തിയ ശേഷമാണ് ആർട്ടിസ്റ്റിനെ കൊണ്ട് ചെയ്യിക്കുന്നത്. അപ്പോൾ അത് ഒരു ഭയങ്കര ഒരു കോർഡിനേഷൻ വേണം. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ നമ്മൾ എഫേർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി വണ്ടിപ്പെരിയാർ സംഭവമൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കാര്യമൊക്കെ ശാന്തിയാണ് കൊറൈറ്റ് ചെയ്തിട്ടുള്ളതും. അപ്പോൾ റിയൽ സംഭവങ്ങൾ ഇപ്പം അവരുടെ എക്സ്പീരിയൻസിലോ കോടതിയിലൊക്കെ വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഇതിലേക്ക് കണക്ട് ആവും? അങ്ങനെയല്ല, ഇതിനകത്തൊരു ക്രൈമുണ്ട്. അപ്പോൾ ഈ സിനിമ കാണാത്തതുകൊണ്ടാണ് എനിക്കത് പറയാൻ പറ്റാത്തത്. ഇതിനകത്തൊരു ക്രൈമുണ്ട്. ആ ക്രൈം എന്ന് പറയുന്നത് നമ്മളിവിടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മളെപ്പോഴും വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ക്രൈമാണ്. പക്ഷെ ആ ക്രൈമിൽ തന്നെ, ആ പാറ്റേൺ ഓഫ് ക്രൈമിൽ തന്നെ ഡിഫറൻസ് ഉള്ള ഒരു കാര്യമുണ്ട്. ആ ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതയാണ് ഇതിൻ്റെ ക്യാച്ച്. അതാണ് എന്നെ അറ്റ് ചെയ്തത്. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ ഇന്ത്യയിലും എബ്രോഡും ഒക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ ഓരോ സിറ്റുവേഷനിലും കേസ് തെളിയിക്കുന്ന ഓരോ രീതിയിലാണ്. പല രീതിയിൽ ഇത് തെളിയിക്കാം. അപ്പം ഞാനിത് ശാന്തിയോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്കിത് എങ്ങനെയൊക്കെയാണ് കേസ് തെളിയിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുമാണ്. അപ്പോൾ എന്താണ് നമുക്ക് ഏതൊക്കെ രീതിയിൽ നീങ്ങാം. അപ്പം നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടൊരു കോർട്ട് റൂം ഡ്രാമയുണ്ട്, ഇമോഷൻ ഒത്തിരി സാധ്യതകളുണ്ട്. അങ്ങനെയാണ് ഇതിലേക്ക് കയറിയത്. അപ്പം നമ്മൾ ഇതിനകത്ത് പല കേസുകളിലും ഉണ്ടായ ചില കാര്യങ്ങളും ചില ഇതും എല്ലാം പെടുത്ത് നമ്മൾ ഇതിനകത്ത് റിയലായിട്ട് ഇതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ് ഇതിൻ്റെ അതെല്ലാം കൂടെ മനസ്സിലാക്കിയിട്ട് നമ്മൾ അത് വെച്ചിട്ടൊരു സ്ക്രിപ്റ്റ് ചെയ്തു. അങ്ങനെയാണിത്. അല്ലാതെ ഇതൊരു പർട്ടിക്കുലർ ഇന്നൊരു കേസിൽ നിന്ന് ഇന്നൊരു സംഭവത്തിൽ നിന്ന് എടുത്തു ചെയ്തതല്ല.
ഇപ്പോൾ ദൃശ്യം പറയുമ്പോഴും അതിൻ്റെ മുന്നേ മെമ്മറീസ് അതേ വർഷം തന്നെ വരുന്നതാണ്. അത് ഒരുപാട് പ്രേക്ഷകർ സ്വീകരിച്ച ഒരു പടം തന്നെയായിരുന്നു. മെമ്മറീസിൽ പൃഥ്വിരാജ് ആ വർഷം നോക്കിക്കഴിഞ്ഞാൽ JC ഡാനിയലായി സെല്ലുലോയിഡിൽ വരുന്നുണ്ട്, മുംബൈ പോലീസിൽ വരുന്നുണ്ട്, പിന്നെയാണ് ഇതിൽ സാം അലക്സ് ആയിട്ട് വരുന്നത് മെമ്മറീസിൽ. അതിൻ്റെ തൊട്ട് മുമ്പത്തെ വർഷം മാസ്റ്റേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ഒരു ശ്രീരാമകൃഷ്ണൻ IPS എന്ന് പറയുന്ന റോളും മാസ്റ്റേഴ്സിന് ഒരു സിമിലാരിറ്റി പ്ലോട്ടിൽ വരുന്നുണ്ട്, ഒരു കില്ലിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ അതിനിടയ്ക്കൊക്കെ പോലീസ് വേഷങ്ങൾ ചെയ്തതുകൊണ്ട് ആ സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ തമ്മിലൊരു ചർച്ചയോ അല്ലെങ്കിൽ സാറിനാണെങ്കിലും അങ്ങനെ ഒരു തോട്ട് ഉണ്ടായിരുന്നു, വീണ്ടും ഇയാളൊരു പോലീസ് വേഷം അങ്ങനെ? എനിക്കങ്ങനെ തോന്നില്ല, കാരണം അതിനകത്ത് വ്യത്യാസം ഉണ്ടല്ലോ. ഇതിനകത്ത് ടോട്ടലി ഒരു ഡ്രങ്കഡ് കോപ്പാണ്, പുള്ളിയുടെ ഒരു പാസ്റ്റ്, അയാളുടെ ഒരു പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ ആ ഒരു ഇതിലായിരുന്നു. അതുകൊണ്ട് നമ്മൾ അയാളുടെ പേഴ്സണൽ ലൈഫിലേക്ക് ആയിട്ട് കണക്ട് ചെയ്ത് അത് നിന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല, എന്ന് നമ്മളങ്ങനെ ചിന്തിച്ചിട്ടൊന്നുമില്ല. നമ്മുടെ കയ്യിലിരിക്കുന്ന നല്ലൊരു സാധനം തോന്നി നമ്മളതങ്ങ് ചെയ്തു. ഈ ഇതിന് തൊട്ട് മുമ്പത്തെ വർഷം ഗ്രാൻഡ് മാസ്റ്റർ വരുന്നുണ്ട്. ഇപ്പം നേരിൽ പ്രിയാമണി ലാൽ സാറിനെ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഗ്രാൻഡ് മാസ്റ്റർ ആണ് ഓർമ്മ വരുന്നത്. അപ്പോൾ ആ വർഷം മേ ബി 2013 മെമ്മറീസ് ചെയ്യുമ്പോൾ 12 സിമിലർ ആയൊരു പ്ലോട്ട് വന്ന് യൂട്യൂബിലൊക്കെ പലരും ഇങ്ങനെ കമ്പയർ ചെയ്ത് കാണാറുണ്ട്. അതിലും ഇതിലും ഒരുപോലെയുള്ള കഥകളാണ്, സീരിയൽ കില്ലിംഗ് ആണ്. അപ്പം ഈ പടം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മെമ്മറീസുമായിട്ട് അങ്ങനെ ഒരു ഇത് ആ സമയത്ത് എപ്പോഴെങ്കിലും ആ സിനിമയെ സംബന്ധിച്ച് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. സീരിയൽ കില്ലർ കഥകൾ ഇഷ്ടംമാതിരി ഉണ്ടായിട്ട് അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടില്ല. 5-ാം പാതിര അടക്കം ഇങ്ങനെ. അപ്പോൾ ഈ സീരിയൽ സിനിമകൾ അല്ലെ, ഇങ്ങനെ സീരിയൽ കില്ലർ സിനിമകളൊക്കെ ചെയ്യുമ്പോൾ, സീരിയൽ കില്ലർ ഈ ഇൻവെസ്റ്റിഗേഷൻ സിനിമ തന്നെ ചെയ്യുമ്പോൾ ചില സാധനങ്ങൾ സമാനതകൾ വരും. കാരണം അതിനൊരു പ്രോസസ്സുണ്ട്, അതിനൊരു ഒരു രീതിയുണ്ട്. ആ രീതിയിൽ കൂടെ ആണ് മജോറിറ്റിയും പോകുന്നത്. അപ്പം അങ്ങനെയുള്ള സമാനത അല്ലാതെ അതിൻ്റെ ബാക്കി എന്താ പറയുക, അതിൻ്റെ കാരണങ്ങളും അതിൻ്റെ കൊലപാതകങ്ങളും അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കുന്ന രീതികളും പിന്നെ അതിൻ്റെ പ്രസൻറ്റേഷനും ഒക്കെ ഡിഫറെൻ്റ് ആണെങ്കിൽ അത് മതി. ഈ അഗത ക്രിസ്റ്റിയുടെ ABC നരഹത്യകൾ അതുമായിട്ട് എന്തെങ്കിലും ഒരു റെഫറൻസ് എടുത്തിട്ടുണ്ടോ ഈ മെമ്മറീസിന്? ഞാൻ എടുത്തിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ അത് സീരിയൽ കില്ലർ എന്ന് പറഞ്ഞ് ഒത്തിരിയോ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഈ പറഞ്ഞ പോലെ ഒരു പാറ്റേൺ മനസ്സിലാക്കി അതിൽ നിന്ന് നമ്മളുണ്ടാക്കിയ ഒരു സാധനം, അത്രയേ ഉള്ളൂ. അല്ലാതെ അഗത ക്രിസ്റ്റി ഞാൻ ഫുള്ള് വായിച്ചിട്ടുണ്ട്, പക്ഷേ ABC ഞാൻ ഓർക്കുന്നില്ല അത് ഏതാന്ന്. ഇത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം എന്നോട് ആരാണ്ട് എന്നോട് ചോദിച്ചു, ഇതുപോലെ എവിടെ ഒരു പാമ്പിനെ ഇറക്കി വിടുന്നതെന്ന് പറഞ്ഞുകൊണ്ട്, അങ്ങനെ എന്തോ ഞാൻ ഓർക്കുന്നില്ല. അന്ന് എന്നൊരു ആൾ ചോദിച്ചു. പക്ഷേ അതൊന്നുമല്ല, ഇത് നമ്മൾ ഈ ഒത്തിരിയോ ഹോളിവുഡ് സിനിമകളിൽ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ സീരിയൽ കില്ലിങ് ഇതൊക്കെ കണ്ടിട്ടുള്ളൂ. അതിൽ നിന്ന് ബേസ് ചെയ്തുണ്ടാക്കുന്ന ഒരു സാധനമുള്ളൂ. നമ്മൾ കാണുന്നതും വായിക്കുന്നതും ഒക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ അതിൽ നിന്ന് നമ്മളൊരു കഥയാണ്. ഇപ്പം ഡിറ്റക്റ്റീവ് എന്ന് പറയുന്ന സിനിമ, അതിനകത്ത് ആ നൂലയിലുള്ള സംഭവത്തിൽ നിന്നാണ് ഞാൻ എൻ്റെ സിനിമ ഉണ്ടാക്കിയത്, അത്രേ ഉള്ളൂ. ഡിറ്റക്റ്റീവ് എന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രചോദേട്ടനെ നമ്മൾ അതുവരെ ഞങ്ങളൊക്കെ ഇപ്പോൾ TV-യിൽ പുള്ളി ചെയ്യുന്ന കോമഡികളോ സിനിമയുടെ ഭാഗമായിട്ടേ കണ്ടിട്ടുള്ളൂ. ആ സീൻ എപ്പോഴും ഇത്ര വർഷങ്ങൾക്കപ്പുറം ഓർത്തിരിക്കുന്നതും ആ എയർ ഹോളിൽ കൂടെ വരുന്ന നൂല്, ആ തോട്ടും ഈ പ്രചോദേട്ടനെ ആ റോള് ചെയ്യിക്കുന്നതൊക്കെ ശരിക്കും. അല്ല, പ്രചോദിനെ അത് ചെയ്യിക്കാൻ കാര്യം എന്നാ വെച്ചാൽ പ്രചോദിനെ ആരും സംശയിക്കരുത്, ആ സസ്പെൻസ് മെയിൻറ്റെയിൻ ചെയ്യാനാണ്. പ്രചോദിനെ പോലെ ഒരു ആർട്ടിസ്റ്റ് വന്നു അവിടെ പാല് കൊടുക്കാൻ വന്നൊരു പയ്യൻ എന്ന് പറഞ്ഞതിന് അപ്പുറത്തേക്ക് ആൾക്കാർ അതിനകത്ത് ഇറങ്ങരുത്. അവിടെ സ്ഥിരം വില്ലൻ വേഷം ചെയ്യുന്ന ഒരാളായിട്ട് ചിലപ്പോൾ കിട്ടത്തില്ല, അതുകൊണ്ട് അങ്ങനെ കിട്ടതാണ്. പിന്നെ പുള്ളി നല്ലൊരു ആക്ടറുമാണ്, അപ്പോൾ പെർഫോം ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ മെമ്മറീസ് തിയേറ്ററിൽ കാണുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അവസാനമാകുമ്പോൾ ശ്രീകുമാർ വരുമ്പോൾ ഇയാളോ എന്നുള്ളൊരു അത്ഭുതം അന്ന് വന്നത്. കാരണം പുള്ളിയും ഈ പറഞ്ഞ പോലെ നമ്മൾ കോമഡി ക്യാരക്ടേഴ്സ് ചെയ്യാം. പക്ഷേ ഇത് പ്രചോദേട്ടൻ്റെ ഒരു ക്യാരക്ടറിനേക്കാൾ ശ്രീകുമാരേട്ടൻ ചെയ്യുന്നത് കുറച്ചുകൂടെ ഒരു ഡെപ്ത് ഉണ്ട്, ഒരു സൈക്കോ എന്നൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ, അയാളുടെ ഒരു ബിഹേവിയർ ഒക്കെ ഉണ്ടല്ലോ. പുള്ളിയെ ഏൽപ്പിക്കുക എന്നുള്ളൊരു തീരുമാനവും ഈ പറഞ്ഞ കഴിവുള്ള ഒരു ആർട്ടിസ്റ്റാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ ഏൽപ്പിച്ചത്. നമുക്കിപ്പം പുള്ളിയെ വിളിപ്പിച്ച് അന്ന് ചെയ്യിപ്പിച്ച് നോക്കിയിരുന്നു. അപ്പം പുള്ളി അത് നന്നായിട്ട് പെർഫോം ചെയ്തു. അതുകൊണ്ട് തന്നെ ഞാൻ ആ പർട്ടിക്കുലർ ഏരിയയാണ് സാമലക്സ് മുമ്പിൽ വന്ന് നിന്ന് കഴിയുമ്പോൾ ഒരു പെർഫോമൻസ് അല്ല, അതാ ചെയ്യിപ്പിച്ച് നോക്കിയത്. അപ്പോൾ പുള്ളി മനോഹരമായിട്ട് ചെയ്തു. ഒരു സൈക്കിക് വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യത്തക്ക രീതിയിലുള്ള അവൻ ചെയ്തു തന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൽ അക്വേറിയത്തിലൂടെ ഷൂട്ട് ചെയ്യുന്ന ഒരു ഇതുണ്ടല്ലോ, അതൊക്കെ ഈ പറഞ്ഞ ആദ്യം വന്ന സാധനങ്ങളാണോ? ഇത് ഞാൻ പറഞ്ഞില്ല, ഒരു സിനിമ നമ്മൾ ഇത് ചെയ്യുമ്പോൾ രാവിലെ തൊട്ട് അല്ല ഒരു കുറേ ദിവസം കൊണ്ട് എഴുതുമ്പോൾ അത് എപ്പോഴും ഐഡിയാസ് ഒന്നും അപ്പോഴല്ല. പിന്നെ ഒരു ഡ്രാഫ്റ്റ് എഴുതി വെച്ച് നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുമ്പോൾ അങ്ങനെ മാറ്റി ഇങ്ങനെ മാറ്റി എന്നൊക്കെ പറയും. ഇപ്പം ദൃശ്യത്തിനകത്ത് തന്നെ ആദ്യം പോലീസ് സ്റ്റേഷനേ ഇല്ല, ഫസ്റ്റ് ഡ്രാഫ്റ്റിനകത്ത് പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ക്യാരക്ടറേ ഇല്ല. അത് പിന്നീട് ഇരുന്ന് ആലോചിച്ച് പല രീതിയിൽ ആലോചിച്ച് തിരിച്ച് വന്ന് ആ പോലീസ് സ്റ്റേഷൻ വന്നു കഴിഞ്ഞപ്പോൾ അത് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന ജോർജ് കുട്ടിയിൽ നിന്ന് തുടങ്ങാമെന്ന് തീരുമാനിച്ചു. അങ്ങനെയൊക്കെ അതിങ്ങനെ നമ്മളൊരു കഥയെടുത്ത് ഡെവലപ്പ് ചെയ്യാനിരിക്കുമ്പോൾ ദൈവാനുഗ്രഹം എന്ന് പറയുന്നൊരു സാധനം വേണം.
നമ്മുടെ മനസ്സിലേക്ക് കുറച്ച് ഐഡിയാസ് കിട്ടണം. നമ്മൾ എഴുതുന്നതിന് നല്ല നല്ല സാധനങ്ങൾ കിട്ടണം. ചിലപ്പോൾ നമ്മളെന്തെങ്കിലും വായിക്കുന്നതിൽ നിന്ന് എവിടുന്നെങ്കിലുമൊക്കെ ചിലപ്പോൾ ഐഡിയാസ് കിട്ടിയാൽ അതിൽ നിന്നൊക്കെ ഇങ്ങനെയൊക്കെ നമുക്ക് എവിടുന്നെങ്കിലുമൊക്കെ, നമ്മൾ ആരും തിന്നേറിൽ നിന്നും ഉണ്ടാക്കുന്നില്ല. അപ്പം അത് കിട്ടുന്നതാണ് അതിൻ്റെ ഭാഗ്യം. അപ്പോൾ ഇപ്പം ഈ പറഞ്ഞ പോലെ നേരെന്ന് പറയുന്ന സിനിമയിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഞങ്ങൾ ഫുൾ സ്ക്രിപ്റ്റ് എഴുതി എല്ലാം റെഡിയായി ഇത് ചെയ്തു. മ്യൂസിക് ഡയറക്ടർ ഒരു തീം മ്യൂസിക്, ക്യാരക്ടറിന് ഒരു തീം മ്യൂസിക്കും ഉണ്ടാക്കി തന്നു. ആ മ്യൂസിക്കുമായിട്ട് ഞാൻ എൻ്റെ ഓഫീസ് റൂമിൽ ഇങ്ങനെ ചുമ്മാ ഈ സിനിമ ഇതിങ്ങനെ ഓടിച്ച് വായിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ടുവേർഡ്സ് ക്ലൈമാക്സിൽ ഒരു വിഷ്വൽ എൻ്റെ മനസ്സിലേക്ക് വന്നു. ഞാൻ ഉടനെ എൻ്റെ പിള്ളേരെയും വൈഫിനെയും വിളിച്ചു പറഞ്ഞു. അവരും ഭയങ്കര എക്സൈറ്റഡായി. അപ്പം തന്നെ ശാന്തിയെ വിളിച്ചു. ശാന്തിയും ഭയങ്കര എക്സൈറ്റഡായി. ആ സാധനം ആണ് ഇന്ന് കഴിഞ്ഞ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞു. ലാൽ സാറ് വന്ന് ഡബ്ബിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ മ്യൂസിക് ഇട്ടാണ്ട് ലാൽ സാർ ഒന്ന് പ്ലേ ചെയ്ത് പിന്നെ കണ്ടുകൊണ്ടിരുന്നത്. കാരണം ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ആ ഒരു സാധനം. അത് വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു തോന്നൽ വന്നു. അല്ലാതെ അത് സംഭവിക്കുന്ന അപ്പോൾ ഒരു ദൈവാനുഗ്രഹം ഉണ്ടായി, അത്രേ ഉള്ളൂ. സാറിൻ്റെ സിനിമകളിൽ മൈ ബോസ് ആണ് വളരെ വ്യത്യസ്തമായ ത്രൂ ഔട്ട് ഹ്യൂമറൊക്കെ ഉള്ള അതിലൊരു ഇമോഷൻസ് വരുന്നുണ്ട്, ഫാമിലി ഡ്രാമ ഉണ്ടെങ്കിൽ കൂടി. അപ്പോൾ മൈ ബോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് കോമഡി എപ്പോഴും ഒരു കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ് എന്നുള്ളത്. അത് ചെയ്യുന്ന സമയത്ത് ഈ സ്ഥലത്ത് കയ്യടി കിട്ടും അല്ലെങ്കിൽ ഇത് പ്രേക്ഷകർ സ്വീകരിക്കും, അങ്ങനെ ഒരു മുന്നേ കൂട്ടി ഒരു തോട്ടൊക്കെ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? ഒത്തിരി സ്ഥലത്ത് വന്നിട്ടുണ്ട്. അത് എഴുതി കഴിഞ്ഞിട്ട് പെർഫോം ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ പറയാം, ഇപ്പം ഞാൻ അതിനകത്ത് ഒരു ഡയലോഗുണ്ട്. ഞാൻ ദിലീപിനെ സ്ക്രിപ്റ്റ് വായിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞപ്പോൾ ദിലീപ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. പെട്ടെന്ന് അതിനകത്ത് ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് സംസാരിക്കുമ്പോൾ മറ്റേ മമതയുടെ ക്യാരക്ടറിനെ കുറിച്ച് വളരെ മോശമായിട്ട് പുള്ളി സംസാരിക്കുന്നുണ്ട്, നമ്മുടെ ഷാജോൻ്റെ ക്യാരക്ടർ. അപ്പം അങ്ങനെയൊന്നും തോന്നില്ല, അതൊന്നും എനിക്കറിയില്ല. അത് പറയുമ്പോൾ എനിക്കൊരു സന്തോഷം, ഞാൻ എൻ്റെ സന്തോഷം. അപ്പോൾ ദിലീപ് ചിരിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് വർക്കൗട്ട് ആകുമെന്ന് മനസ്സിലായി. പിന്നെ അവിടെ ഡൈനിങ് ടേബിൾ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പുള്ളിക്കാരത്തി പറയും, ഓ അച്ഛനാണോ ചേട്ടനാന്ന് തോന്നുന്നു പുള്ളിക്കാർ. പക്ഷെ എന്നെ നല്ല പ്രായമുണ്ട്, മുത്തച്ഛനാ എൻ്റെ മുത്തച്ഛൻ എന്നൊക്കെ പറഞ്ഞ അതൊക്കെ ആ റിയാക്ഷൻസ് കണ്ടുമ്പോൾ മനസ്സിലായി ഇത് വർക്കൗട്ടാവും. പിന്നെ ഞങ്ങൾ ഭയങ്കര ചിരിച്ച് ഭയങ്കര ഇതായിട്ടുള്ള കട്ടിലേക്ക് കിടക്കുമ്പോൾ മറ്റേ പുള്ളി സലീം അബു സലീം എടുത്തിട്ട് ഇടിക്കുമല്ലോ. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ പറയില്ലേ, നിനക്ക് പറയാൻ മേലായിരുന്നോ രാജശേഖരൻ്റെ മകനാന്ന്? ഇടികൊള്ളുമ്പോൾ സമയത്ത് ഇന്ന മകനാന്ന് പറയാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല എന്നൊക്കെ പറയുന്നു. അത് ഒരാൾ അവിടെ ഇന്ന് പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ ചിരി വീരും. അങ്ങനെ കുറെ മുഹൂർത്തങ്ങളുണ്ട്. മുത്തശ്ശിയോട് പറയുന്നുണ്ട് ഇതുവരെ അതൊന്നും നമ്മുടെ ഡയലോഗിലുള്ളത്, അതൊക്കെ പുള്ളി കയ്യിൽ നിട്ടതാ. കുറെ ഡയലോഗ്സ് ഒക്കെ പുള്ളി കയ്യിൽ നിട്ടതാ. പിന്നെ അങ്ങനത്തെ പിന്നെ കുറെ പഴഞ്ചൊല്ലുകൾ അങ്ങനെയൊക്കെയുള്ള. ഇത് സ്ലാപ്സ്റ്റിക് എന്നതിലപ്പുറം ഒരു വെർബൽ കോമഡിയിലേക്ക് കൂടുതൽ കൊണ്ടുവന്ന് സ്ലാപ്സ്റ്റിക് കുറച്ചല്ലേ അതിൽ ശരിക്കും പറയാനുള്ളത്? അല്ല, അന്നത്തെ സമയത്ത് ദിലീപ് ജി അത് ഭയങ്കര രസമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പോയിന്റിൽ ഇടിയിൽ അവിടെ ഞാൻ ആ സ്ലാപ്സ്റ്റിക് വേണമെന്ന് ചോദിച്ചപ്പോൾ പിള്ളേർക്ക് ഇഷ്ടമാണ്, എൻ്റെ ഓഡിയൻസ് പിള്ളേർ വരുമ്പോൾ രസിക്കും, അതിനുവേണ്ടിയായി എൻ്റർടൈൻ ചെയ്യല്ലേ നമ്മൾ ഇത് ചെയ്തു. പക്ഷെ ഇപ്പം അത് കുറച്ച് മാറി, ഇപ്പം അതല്ല രീതി. പക്ഷേ ഈ പറഞ്ഞ പോലെയാണ് ഈ ഹ്യൂമർ ഫിലിം ഇച്ചിരി ബുദ്ധിമുട്ടാണ്, നമുക്ക് ജഡ്ജ് ചെയ്യാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞങ്ങൾ നുണക്കുഴി ചെയ്യുമ്പോഴും ഇംപ്രവൈസേഷൻസ് ഒക്കെ ഉണ്ടാവും. എഴുതി വെച്ചിരിക്കുന്നതെന്ന് ചിലപ്പോൾ ഇച്ചിരി മാറ്റി ചിന്തിക്കും, വേറൊരാൾ വന്നിട്ട് നമുക്ക് ഇങ്ങനെ പറഞ്ഞാലോ എന്നൊക്കെ ചെയ്യും. ത്രില്ലറും മറ്റതും അങ്ങനെയല്ല, അതൊക്കെ നമ്മളങ്ങ് എഴുതി വെച്ച സാധനം അതേപോലെ ഷൂട്ട് ചെയ്യാം, പിന്നെ ഫർദർ മാറ്റങ്ങളൊന്നുമില്ല. ഇതിനകത്ത് അങ്ങനെയല്ല, അതിൻ്റെ ഘടനയൊക്കെ ചിലപ്പോൾ മാറും. നുണക്കുഴിയിൽ ഇതുപോലെ വെർബൽ കോമഡിക്കാണോ ഇമ്പോർട്ടൻസ് കൂടുതൽ വരുന്നത്? അല്ല, ഇങ്ങനത്തെ ഒരു കുറച്ച് ഒരു ഡാർക്ക് ഹ്യൂമറാണ്. അത് വെർബലും ഉണ്ട് അല്ലാത്തതുണ്ട്, പക്ഷെ അങ്ങനെ സ്ലാപ്സ്റ്റിക് ആയിട്ടൊന്നുമില്ല. വെർബൽ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഇതാണ്. അപ്പോൾ ഒരു ഇംപ്രവൈസേഷനെ ഈ കോമഡിയിലാണോ ആക്ടേഴ്സിന് കൂടുതൽ ഒരു സ്വാതന്ത്ര്യം നമുക്ക് സാറിന് ഇപ്പോൾ കൊടുക്കാൻ പറ്റാറുള്ളത്? ഏത് പടത്തിലും ഇംപ്രവൈസേഷന് ഞാൻ റെഡിയാണ്, അത് പടത്തിന് ഗുണകരമാകുന്നതാണെങ്കിൽ. എനിക്ക് അങ്ങനത്തെ ഈഗോയൊന്നുമില്ല. നമ്മൾ എഴുതിയ സാധനം തന്നെ പറഞ്ഞേ പറ്റൂ, അല്ല അത് തന്നെ വെച്ച് പറ്റുന്ന അങ്ങനത്തെ ഈഗോ പാടില്ല. ഇപ്പം നല്ലൊരു സാധനം കേട്ട് അത് വർക്ക് ചെയ്യുമെങ്കിൽ അത് സിനിമയിൽ വെക്കണം. അത് എൻഡ് ഓഫ് ദ ഡേ അത് സിനിമയ്ക്ക് ഗുണകരമാവുകയാണെങ്കിൽ വെക്കണം. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം വന്നിട്ടുണ്ട്, പക്ഷെ അത് എനിക്ക് കൺവിൻസിങ് ആവണം അത് ഗുണകരമാവുമെന്ന്, അത്രേ ഉള്ളൂ. ഈ സിനിമയിൽ തന്നെ ഒരു വീടിൻ്റെ ബാക്ക് സൈഡ് ആയിട്ട് കാണിക്കുന്ന ഒരു ഏരിയയില്ലേ, അതിൽ ബെഞ്ച് ഇട്ടിരിക്കുന്ന 3 മാസം മുമ്പ് എന്താ സംഭവിച്ചതെന്ന് ആലോചിക്കാൻ പറയുമ്പോഴൊക്കെ ആ സ്ഥലം വളരെയധികം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇപ്പം ഉണരട് നീ എന്നുള്ള പാട്ടിൽ ആ അമ്മി അരയ്ക്കുന്നതും ഒക്കെ ആ ഒരു ബാക്ക് യാർഡ്, ഇപ്പം കുട്ടനാട് എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. സ്ഥലം വല്ലാതെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഈ സിനിമയ്ക്കും തോന്നിയിട്ടുണ്ട്. ഈ വീടിനെയൊക്കെ യൂസ് ചെയ്ത് ശരിക്കും അതിൻ്റെ ഫ്രണ്ട് ബോൾഗാട്ടി പാലസും അതിൻ്റെ പുറക്
കുട്ടനാടുള്ളൊരു വീടുവാ. അത് സെറ്റ് ചെയ്താണോ ആ ബെഞ്ചൊക്കെ? അവിടെയുള്ള ബെഞ്ച് ഞാൻ ഓർക്കുന്നില്ല, ബെഞ്ച് സെറ്റ് ചെയ്യാമെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അരമതിലൊക്കെ അല്ല ഈ അരയ്ക്കുന്ന ഇതൊക്കെ സെറ്റ് ചെയ്തതാണ്. പക്ഷെ അത് രണ്ടും രണ്ട് സ്ഥലമാണ്. കാരണം അത് ഒന്നിച്ച് കിട്ടത്തില്ല. അത് കാരണം നമ്മളങ്ങനെ നമ്മൾക്കറിയാം, നമ്മുടെ മനസ്സിൽ ആ വിഷ്വൽ ഉണ്ടല്ലോ ഇതെങ്ങനെയായിരിക്കണം എന്നുള്ളത്. അപ്പോൾ അത് തപ്പിപ്പിടിച്ച് പോയി അങ്ങനെ ചെയ്തതാണ്. എൻ്റെ വീട്ടിൽ വണ്ടി കയറില്ല എന്ന് പറഞ്ഞ് ഇത്രയും ദൂരം നടത്തിക്കുന്നതൊക്കെ ഒരുപാട് ഇപ്പോൾ റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ആൾക്കാർ റീൽസിലൊക്കെ ആയിട്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നു 66 ലക്ഷം പേരൊക്കെ കണ്ട റീക്രിയേഷനുകൾ ഉണ്ട് അതിൻ്റെ. അത്രയും ഹിറ്റായിട്ട് ഇപ്പോഴും അത് സംസാരിക്കുന്നു. ഇപ്പോഴും അത് പറയുന്നത് ഏറ്റവും ടി വിയിൽ വരുമ്പോൾ ഭയങ്കര റേറ്റിംഗ് ഉള്ള സിനിമയാണ് ഇപ്പോഴും. ദിലീപ് ജി എന്നോട് പറഞ്ഞു ഇപ്പോഴും അത്, കാരണം റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു ഇതാണ്, ഹ്യൂമറിനാണ് അതുള്ളത് കേട്ടോ. ഇപ്പം രാംജി റാവു സ്പീക്കിംഗ് വന്നാൽ ഞാൻ ഇതുവഴി പോയാൽ ഞാൻ ചടിയിരിക്കും. അതുപോലെ തന്നെ മറ്റേ ഇത് നമ്മുടെ ദിലീപിൻ്റെ ഒരു സ്ലാപ്സ്റ്റിക് ഫിലിം ഉണ്ടല്ലോ, CID മൂസ, ഞാനിരുന്ന് കാണും. രസമല്ലേ അത്, ഹ്യൂമർ. പഴയ സന്മനസ്സുള്ള സാധനം CID എപ്പോഴും ഹ്യൂമർ സിനിമ റിപ്പീറ്റ് വാല്യൂ ഉള്ള. അതേസമയം ദൃശ്യം മെമ്മറീസ് ഒക്കെ ആൾക്കാർ പിന്നെയും പിന്നെ ഇരുന്ന് കാണുന്നു എന്ന് പറയുന്നു. എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലാത്ത കാര്യം, എന്നെ കൊണ്ട് പറ്റത്തില്ല. അതിൻ്റെ എല്ലാം കണ്ടു കേട്ടു അറിഞ്ഞു, പിന്നെ എന്നെ അതിനകത്ത്. പക്ഷെ ഹ്യൂമർ അങ്ങനെയല്ല, റിപ്പീറ്റ് വാല്യൂ എപ്പോഴും ഉണ്ട്. ഈ സിനിമയിൽ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പൊ സായി കുമാർ സാറും ദിലീപും തമ്മിലുള്ള ഒരു കോമ്പിനേഷനിൽ അവരുടെ ഒരു വഴക്കും ഒക്കെ വരുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പ്രിയയും മനു ആയിട്ടുള്ളൊരു കണക്ഷൻ വരുമ്പോഴും സാർ അതിൽ നിർത്തിയിട്ടുള്ള ഒരു അമ്മായിയമ്മയും മരുമകളുടെയും ബന്ധമുണ്ട്. ഇങ്ങനത്തെ സിനിമകൾ പൊതുവെ കാണിക്കാറില്ല. മുത്തശ്ശിയും അമ്മയും തമ്മിലുള്ള അവർ ഒരു സെറ്റാണ് എന്ന് കാണിക്കുന്ന ഒരു സാധനമൊക്കെ ഉണ്ടല്ലോ. പൊതുവേ സാറിൻ്റെ സിനിമകൾ നോക്കിയാൽ ഒരു ഇത് എല്ലാത്തിനും ഫാമിലി ബോണ്ടിങ്ങിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ ഈ പറയുന്ന ത്രില്ലറുകളിലൊക്കെ അത് വരുന്നുണ്ടല്ലോ. ഒരു ഫാമിലി മാനും കൂടിയാണ് എന്നറിയാം. അപ്പോൾ ഈ ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് എന്നുള്ളത് നാച്ചുറലി വരുന്നതാണോ അതോ നമ്മൾ ജീവിച്ച് വളർന്ന സാഹചര്യങ്ങളും നമ്മൾ കണ്ടു വളരുന്നതും ഇൻഫ്ലുവൻസ് ചെയ്യും നമ്മളെ, അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നായകനും നായികയും വരുമ്പോൾ, ഞാനൊരു പച്ച മലയാളം തൻ്റെ നിലയൊന്നും ഇല്ലാത്തവരൊന്നും അല്ലല്ലോ, അവർക്കും കാണുമല്ലോ ഒരു പേരൻസ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ 12th അല്ല ഈ മൈ ബോസ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നോട് കുറേ നാൾ കൂടിയാണ് സിനിമയിലൊരു മുത്തശ്ശീനെ കണ്ടത്. കുടുംബമില്ലേ എല്ലാവർക്കും, സഹോദരനോ സഹോദരി, അനിയൻ, അല്ലെങ്കിൽ അമ്മ, അച്ഛൻ, മുത്തശ്ശൻ, ഇതൊക്കെ ഉണ്ട്. പക്ഷെ ആ കാലത്ത് ഇതൊന്നും അച്ഛനും അമ്മയും ഇല്ലാത്ത കുറെ സിനിമകളാണെന്ന് ആയിരിക്കാം. പക്ഷെ അതുകൊണ്ട് എൻ്റെ സിനിമ, ഞാൻ ഈയിടെ ഒരു സിനിമ കണ്ടു, ഭയങ്കര സന്തോഷം തോന്നി, ഫാലിമി. അതിനകത്ത് കൊണ്ടൊരു മുത്തച്ഛനും ഇതും, ഹോം. എന്തുകൊണ്ടാണ് അതുണ്ട് നമ്മുടെയൊക്കെ. കാരണം അപ്പം എന്നാന്നറിയോ, ഇപ്പം പേരെന്താ, ഹരിത. ഹരിത ഈ സിനിമ ചെന്ന് കാണുമ്പോൾ ഹരിതയുടെ വീട്ടിൽ അച്ഛനും അമ്മയും അല്ലെ ഒരു മുത്തച്ഛനോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ഏതെങ്കിലുമൊക്കെ ഡയലോഗോ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ പെട്ടെന്ന് കണക്ട് ചെയ്യും. ഓ ഇത് എൻ്റെ വീട്ടിൽ. ഇപ്പം മമ്മി ആൻമി ചെയ്ത് കഴിഞ്ഞപ്പം ഭയങ്കരമായ അതിന് അപ്രീസിയേഷൻ കിട്ടി. അതുകൊണ്ടാണ് ആ അമ്മയും മകളും ആ അച്ഛനെന്ന് പറയുന്ന എല്ലാ വീട്ടിലും ഉണ്ട്, ആ അനിയനും. അത് ഒത്തിരി പേരിനോട് ചോദിച്ചു, ഞങ്ങളുടെ വീട്ടിൽ കൊണ്ട് ഒളിഞ്ഞു നോക്കിയോ, ഞങ്ങളുടെ വീട്ടിൽ കൊണ്ട് ക്യാമറ വെച്ചാണോ? പക്ഷെ അത് എല്ലാ വീട്ടിലും ഉണ്ട്. അപ്പം ഇങ്ങനത്തെ ഇതൊക്കെ വരുമ്പോൾ അത് കൂടുതൽ. അപ്പം ഹീറോ ഉണ്ട്, അവിടെ ഹീറോയ്ക്ക് ഒരു അച്ഛനുണ്ട്, അമ്മയുണ്ട്, അനിയൻ അല്ലെങ്കിൽ സഹോദരനുണ്ട്. ഇതൊക്കെ വരുമ്പോൾ ഹീറോ ആയിട്ട് കണക്ട് ചെയ്തില്ല, ചിലപ്പോൾ ഹീറോയുടെ ഫാദറുമായിട്ട് കണക്ട് ചെയ്യും. അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ അത് കണക്ട് ചെയ്യും. പിന്നെ ഈ സൊസൈറ്റി എന്ന് പറയുന്നത് ഫാമിലീസിൻ്റെ ഒരു കളക്ഷൻ അല്ലേ, ഗ്രൂപ്പല്ലേ. അപ്പം അത് വേണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. മമ്മി ആൻമിയുടെ സമയത്ത് കുറച്ച് തടസ്സങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിരുന്നു. ഇപ്പം ഉർവശി ചേച്ചിയെ നോക്കുകയാണെങ്കിൽ അച്ഛൻ്റെ അമ്മ കഴിഞ്ഞൊരു സ്ട്രോങ് അമ്മ റോള്, മധുചന്ദ്രലേഖ അതിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു റോള് വന്നിട്ടുള്ള ഇതിലാണ്. ചാക്കോച്ചൻ്റെ ഒരു നല്ല സമയം തുടങ്ങുന്നതിൻ്റെ മുമ്പ്, എൽസമ്മയൊക്കെ വരുന്നതിൻ്റെ മുമ്പാണ് ഇത് വരുന്നത്. ആ കാസ്റ്റ് സെക്കൻഡറി ആയിട്ടുള്ളൊരു കാസ്റ്റ് ആയിരുന്നു ശരിക്കും? അല്ല, സെക്കൻഡറി അല്ല. ഞങ്ങൾ ഉർവശി ചേച്ചിയിലേക്ക് ആദ്യം അന്ന് പോകാൻ വെച്ചാൽ അന്ന് ഇച്ചിരി വണ്ണം ഉണ്ടായിരുന്നു, വെരി ബിഗിനർ. പിന്നെ അച്ഛൻ്റെ അമ്മ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു അമ്മവേഷം ചെയ്യാനായിട്ട് ഞാൻ എന്തോ ഒരു നടിമാരുടെ അടുത്ത് നിന്നറിയോ, ആർക്കും ഈ അമ്മവേഷം ചെയ്യാൻ താല്പര്യമില്ല. ന്യൂസിലും ഇതിലുമൊക്കെ വെച്ചലക്കി വാചകം അടിക്കുന്ന നടിമാരെ ഞാൻ കണ്ടു. ഹീറോയുടെ പുറകിൽ നിഴലായിട്ട് നിൽക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞൊരു നായിക, ഒരു പഴയ നായിക, ഭയങ്കര ഡയലോഗ്. അത് കേട്ട് ഓടി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു അമ്മവേഷം ചെയ്യല്ലോ, ചുമ്മാ. അപ്പം എനിക്ക് തോന്നി ഇതെന്തോ ഈ പറയുന്നത്. ആ സമയം അവസാനം ഞാൻ ഉർവശി ചേച്ചിനെ കാണാൻ ചെന്നു. ഞാൻ വന്ന ഉർവശി ചേച്ചി, കാരണം അതിനകത്തൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു, അമ്മയും മോളും പോലെ നിങ്ങൾ ചേച്ചി അനിയത്തി പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ സാധനോടെ എനിക്ക് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ചെന്നപ്പോൾ കറക്റ്റ് ഉർവശി ചേച്ചി മെലിഞ്ഞു. ഞാൻ ചേച്ചി എന്നാ പറ്റി? അതേ മോനെ എനിക്ക് എന്തൊരു പനി വന്നു, അത് കാരണം ഭയങ്കരമായിട്ട് മെലിഞ്ഞു. ഞാൻ പിന്നെ ഇത് കൂട്ടല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം പോലെ എനിക്ക് തോന്നി. മുകേഷ് ചേട്ടൻ നേരത്തെ ഫിക്സ് ചെയ്തിരുന്നു. ഇങ്ങനത്തെ ഒരു കാസ്റ്റ് തന്നെ നമ്മളതൊന്നും ഉദ്ദേശിച്ചത്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ഒരു ദൈവാനുഗ്രഹം പോലെ സംഭവിച്ചു വന്നത്.
ആദിയിലേക്ക് പ്രണവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതൊരു പ്രേക്ഷകർ ഒരു സൈഡ് ഉറ്റു നോക്കുന്നു, ഇൻഡസ്ട്രി അതേപോലെ തന്നെ പുതിയൊരാൾ, ഓഫ് കോഴ്സ് ലാൽ സാറിൻ്റെ മകൻ എന്നുള്ളൊരു ഇതുകൊണ്ട്. ആ സമയത്ത് പ്രണവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതിൽ പാക്കറൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ടല്ലോ, അതൊക്കെ ആ ഒരു സ്ക്രിപ്റ്റിൻ്റെ ഭാഗമായിട്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രണവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്നുള്ള രീതിയിലായിരുന്നു? അല്ലല്ല, ഇത് ശരിക്കും വർഷങ്ങൾക്ക് മുമ്പ്, ഞാനൊക്കെ സിനിമ വരുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ കുറേ കഥകൾ, ഇതിൻ്റെ തോട്ടൊക്കെ എനിക്ക് പറഞ്ഞത് ഇതിൻ്റെ തൊട്ട് ഞാൻ സിനിമ വന്നു കഴിഞ്ഞിട്ടുള്ളതാണ്. ഈ പാർക്ക് ഈ പ്രണവിൻ്റെ ഞാൻ പണ്ട് സിനിമയിലേക്ക് വരാൻ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആശയമായിരുന്നു അത് ബാംഗ്ലൂർ പോലെയുള്ള ഒരു സ്ഥലത്ത് ഒരാൾ ചെന്ന് ഇറങ്ങുന്നൊരു പയ്യൻ, വേറൊരു ആവശ്യത്തിന് എന്തെങ്കിലും പർപ്പസിന്, ഇവനൊരു ക്രോസ് കൺട്രി റേസറാണ്, നാട്ടിൻപുറത്തു നിന്നുള്ള ഭയങ്കര ഒരു 10-20 കിലോമീറ്ററൊക്കെ നല്ല സ്പീഡിൽ ഓടും, ക്രോസ് കൺട്രി റേസറാണ്. ഇവനവിടെ പോയി ഒരു ചെറിയ പ്രശ്നത്തിൽ ചെന്ന് പെടുന്നു. അപ്പോൾ അവിടുത്തെ ചിലപ്പോൾ ഒരു വലിയ ഗ്യാങ്ങോ അന്നത്തെ തോട്ടം പറഞ്ഞു, അയാൾക്ക് ഇവനെ ജീവനോടെ കിട്ടണം. പക്ഷേ ഇവൻ ഓടാൻ തുടങ്ങിയ ഇവനെ ഒത്താൻ ഈ ഗുണ്ടകൾക്കൊട്ട് പറ്റത്തുമില്ല, ഓട്ടമാണ് അതിൻ്റേത്. അപ്പോൾ ഞാനോട് ഇത് എങ്ങനെ ഷൂട്ട് ചെയ്യും ബാംഗ്ലൂർ സിറ്റിക്കകത്തൂടെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ മനസ്സിൽ ഇങ്ങനെയൊക്കെ ആലോചിച്ചിങ്ങനെ ചുമ്മാ ഒരു തോട്ടായിട്ട് ഇട്ടിരുന്നു. അത് കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പാർക്കോർ എന്ന് പറയുന്ന പരിപാടി വരുന്നത്. അപ്പോൾ പ്രണവിന് ഈ പരിപാടിയൊക്കെ അറിയാമെന്നറിയാം. പ്രണവിന് ഇങ്ങനെ സിനിമ എന്തെങ്കിലും ആലോചിച്ച് കഴിഞ്ഞാൽ ഈ സാധനം എടുത്തടിച്ചാലോ, അത് ഞാൻ പാർക്കോറാക്കി മാറ്റിയത്. അല്ലെങ്കിൽ ബേസിക്കലി ഈ ഒരു ക്രോസ് കൺട്രി റേസർ എന്നൊരു റണ്ണറായിരുന്നു പുള്ളി, അത് ഞാൻ പാർക്കോറാക്കി മാറ്റിയെന്നുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള പല ഇതിലൂടെയാണ് പല സിനിമകളും സംഭവിക്കുന്നത്. അപ്പോൾ കറക്റ്റ് അവനത് ഫിറ്റാണ് ആ ക്യാരക്ടർ. നേര് തിയേറ്ററിൽ എത്തുമ്പോൾ സാറിന് എന്താണ് അതിൻ്റെ ഒരു എക്സ്പെക്ടേഷൻ പ്രേക്ഷകരോട് ഒരു പറയാൻ? നല്ല സിനിമയാണ് തീർച്ചയായിട്ടും. നിങ്ങൾ ദൃശ്യം വെച്ചുള്ള കമ്പാരിസണും ത്രില്ലറാണെന്നുള്ള മുൻവിധിയും സസ്പെൻസ് ഉണ്ടെന്ന മുൻവിധിയൊക്കെ മാറ്റി നിർത്തിയിട്ട് നല്ലൊരു ഇമോഷണൽ ഡ്രാമ സിനിമ കാണാൻ വന്നിരുന്നാൽ നിങ്ങൾക്ക് ആ പടം നിങ്ങൾ എൻജോയ് ചെയ്യും. അല്ലാതെ വന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഡിസപ്പോയിൻമെൻ്റ് ആയി പോകും. താങ്ക് യു സർ. താങ്ക് യു.